الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നൽകിയ ജീവിത വ്യവസ്ഥയാണ്. ലോകത്ത് മനുഷ്യർ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, അവര് ഇവിടെ നിർവഹിക്കേണ്ട ചുമതലകളും ഡ്യൂട്ടികളും ഉത്തരവാദിത്തങ്ങളും എങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കണം, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹം ഭൂമിയിൽ നിലവിൽ വരുമ്പോൾ അവരുടെ രീതിയും സ്വഭാവങ്ങളും എങ്ങനെയായിരിക്കണം, ഇതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വ്യക്തമായ മാർഗദർശനം നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലെ മനുഷ്യരെ സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നും ആ സമാധാനം പുലരുന്ന ഒരു ജീവിതക്രമം ഇവിടെ നിലനിൽക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതിനാവശ്യമായ മാർഗദർശനം അവർക്ക് നൽകുന്നു. ഈ മാർഗദർശനങ്ങളാണ് ഏറ്റവും അന്തിമമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാ ആളുകളും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായ മുസ്ലിമീങ്ങൾ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടും ഇല്ല. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ റബ്ബെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒന്നടങ്കം വിശ്വാസികളായി മാറുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. വലാ യസാലൂന മുഖ്തലിഫീൻ. എന്നാൽ സത്യം അവര് പല രീതിയിലും പല കോലത്തിലും പല രൂപത്തിലുമായിരിക്കും ജീവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എങ്കിലും ഭൂമിയിൽ സമാധാനത്തോടുകൂടി മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ സാധിക്കണം. വിശ്വാസപരമായിട്ടുള്ള അവരുടെ വ്യത്യാസങ്ങളും പല രീതിയിലുള്ള അവരുടെ വിശ്വാസാചാരങ്ങളുമൊക്കെ ഒരു സന്തുലനത്തോടുകൂടി നിലനിർത്താൻ അവർക്ക് സാധിക്കണം. അങ്ങനെ പരസ്പരം സ്നേഹത്തിൻ്റെയും ഒരു സൗഹാർദ്ദത്തിൻ്റെയുമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നു. എല്ലാവരും മുസ്ലിമീങ്ങളായി മാറുക, എല്ലാവരും ഖുർആനിനെ പിന്തുടരുക, എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാവുക എന്ന അവസ്ഥ സംഭവ്യമല്ല എങ്കിലും അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതല്ല ആ രൂപത്തിലുള്ള ഒരു നിലപാട് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിലും വ്യത്യസ്ത മതസമൂഹങ്ങൾ തമ്മിൽ, വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിൽ, വ്യത്യസ്ത ഭാഷ ദേശ വിഭാഗങ്ങൾ തമ്മിലൊക്കെ ഒരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര ധാരണയുടെയും ഒരന്തരീക്ഷം ഉണ്ടാക്കണം
എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതിനാവശ്യമായ മാർഗദർശനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദീനിലേക്കുള്ള പ്രബോധനവും ദഅവത്തും അത് മറ്റ് സമൂഹങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യതയും നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഈ ദഅവത്ത് അംഗീകരിക്കാത്തവരും മറ്റ് തരത്തിലുള്ള ജീവിതങ്ങളും ജീവിത രീതികളും മതവിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്നവരുമായ ആളുകളോടെല്ലാം എങ്ങനെ പെരുമാറാൻ നമുക്ക് സാധിക്കണം, എങ്ങനെയാണ് അവരുമായി നമ്മൾ ഈ ഭൂമിയിൽ സഹവസിക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ചും അല്ലാഹു വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാം. വിശ്വാസപരമായി നമ്മുടെ വിശ്വാസം അംഗീകരിക്കാത്തവരെ എല്ലാവരെയും തള്ളി കളഞ്ഞ് ശത്രുക്കളായി ഗണിച്ച് അവരോട് ശത്രുതയോടുകൂടി വർത്തിക്കുക, ഒരു നിലക്കുമുള്ള സഹകരണവും പാടില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണോ ഇസ്ലാമിന്റെ താൽപര്യം? അതല്ല. ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ സ്വാഭാവികമാണ്, മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന വൈവിധ്യങ്ങളെ നിലനിർത്തി അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് എങ്ങനെ പരസ്പരം പരമാവധി സൗഹാർദ്ദത്തോടുകൂടി ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം താൽപര്യപ്പെടുന്നത്? ഇത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ ധരിക്കും ഇസ്ലാമിന് അന്യ മതവിഭാഗങ്ങളോടൊക്കെ വലിയ ശത്രുതയാണ്. അങ്ങനെ അവര് ഇസ്ലാമിന്റെ ആളുകളായി മാറുന്നത് വരെ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള സ്നേഹബന്ധമോ സൗഹാർദ്ദമോ പാടില്ല, അനുവദനീയമല്ല. ആ രൂപത്തിലുള്ള ഒരു കർക്കശമായ നിലപാട് അവരോട് സ്വീകരിക്കണം. ഇതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കും. പൂർവികരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും പഴയ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ രൂപത്തിൽ ചിന്തിച്ചിരുന്ന ആളുകളുടെ വർത്തമാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലും ധാരാളമായി ആളുകൾ ആ രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. മറ്റ് മതവിഭാഗങ്ങളുമായി സഹകരണാത്മകമായ എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നതും അത് ദീനിനെതിരാണ് എന്നും അവരെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുക, വീക്ഷിക്കുക എന്നുമുള്ള ഒരു നിലപാടാണ് ശരിയെന്നും അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹത്തിന്റെയോ സൗഹാർദ്ദത്തിന്റെയോ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുമുള്ള വീക്ഷണക്കാരായ ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആ വീക്ഷണങ്ങൾ പല സംഗതികളിലും നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ സാധിക്കും. പല അഭിപ്രായങ്ങളിലും അത് കൂടുതൽ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സലാം ചൊല്ലുക. അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് സലാം ചൊല്ലാൻ പാടുണ്ടോ ഇല്ലേ? ഇത് ഒരു വലിയ അർത്ഥമൊന്നുമില്ലാത്ത ഒരു ചർച്ചയാണ് എന്ന് ചില ആളുകൾക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ തോന്നുമെങ്കിലും ഇന്ന് അത് വലിയ ഒരു ചർച്ചാ വിഷയമാണ്. അത് സാമൂഹികമായ പരിഷ്കരണവാദികൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളിൽ പോലും അത് വലിയ ഒരു ചർച്ചാ വിഷയമായി മാറി. അത് പാടില്ല, ആ രൂപത്തിൽ അത് അവരുമായി സഹവസിക്കുന്നതോ അല്ലെങ്കിൽ സലാം ചൊല്ലുന്നതോ ഒന്നും പറ്റുകയില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിലെ ഫിത്ർ, സക്കാത്ത്, ഉദ്ഹിയ്യത്ത് പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പൊ അതിൽ മുസ്ലിം സമൂഹത്തിനൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു അമുസ്ലിം കുടുംബത്തിനോ അല്ലെങ്കിൽ കൂട്ടത്തിൽ വന്ന ഏതാനും കുടുംബങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് അതും ഇസ്ലാമികമായി ശരിയാവുകയില്ല എന്ന രൂപത്തിൽ അഭിപ്രായപ്പെടുന്ന, എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ സങ്കുചിതമായ വളരെയേറെ ഇടുങ്ങിയ മനസ്സുമായി നടക്കുന്ന വിഭാഗത്തെ നമുക്ക് കാണാം. പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളിലെല്ലാം വളരെ ഉദാരമായ നിലപാടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും
ഖലീഫമാരുടെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പല സദസ്സുകളിലും ചെന്ന് സലാം ചൊല്ലുമ്പോൾ ആ സദസ്സുകളിൽ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും കൂട്ടായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല അമുസ്ലിം ഭരണാധികാരികൾക്കും കത്തുകൾ അയക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ സലാം എന്നുള്ള പദങ്ങൾ എഴുതി വെച്ചത് ചരിത്രപ്രസിദ്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബിവര്യന്മാർ, ഉമറുൽ ഖത്താബ് പോലെയുള്ള ആളുകള് അവരുടെ സക്കാത്ത് മുതലുകളിൽ നിന്ന് ജൂതന്മാരായ പ്രായം ചെന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നൽകിയിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ വളരെ ഉദാരമായ മാനുഷികമായ ഒരു സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ രീതിയിൽ ഇതര മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏത് രൂപത്തിലുള്ള ഒരു മാനദണ്ഡവും ഏത് രൂപത്തിലുള്ള ഒരു സൗഹാർദ്ദവും നമ്മൾ കാത്ത് സൂക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ വളരെ പ്രകടമായ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് എക്കാലത്തുമുള്ള ഇസ്ലാമിക സമൂഹം പിന്തുടരേണ്ട കാര്യവും മനസ്സിരുത്തേണ്ട കാര്യവുമാണ്. ഇതിന്റെ അർത്ഥം നമുക്ക് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമാണ് ശരി, ഇസ്ലാമാണ് സത്യം, ഇസ്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ലഭിച്ച അല്ലാഹുവിന്റെ ദീൻ എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ഒരു സംശയമോ ഉണ്ട് എന്നല്ല. അതേ അവസരത്തിൽ ഇത് അങ്ങനെ ആയിരിക്കെ തന്നെ അല്ലാഹുവിന്റെ ദീനിനെ അത് ചെന്നെത്താത്ത സ്ഥലങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത തീർച്ചയായും മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഇത് തന്നെയാണ് ഇഹപര വിജയത്തിനുള്ള വഴി എന്ന രീതിയിൽ ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും ചുമതലയും തന്നെയാണ്. പക്ഷെ അങ്ങനെ എത്ര കണ്ട് ദീനുൽ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും എത്തിക്കാനും വേണ്ടി ശ്രമിച്ചാലും എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക് വരിക എന്നുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല. കുറെ ആളുകൾ ഏത് സാഹചര്യത്തിലും അമുസ്ലിമീങ്ങളായിക്കൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഈ ലോകത്ത് ചില ക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ ക്രമങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ ജീവിതം ഒരു സൗഹാർദ്ദപരമോ സമാധാനപരമോ ആവുകയില്ല. അപ്പൊ ഭിന്ന മതവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ, ഭൂമിയിൽ ഒരു സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര ധാരണയുടെയും അന്തരീക്ഷങ്ങൾ നിലനിർത്താൻ മുസ്ലിം സമൂഹം മുൻകൈയെടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ തന്നെ നിർദ്ദേശപ്രകാരം നാം ബാധ്യസ്ഥമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പുതിയ ലോകക്രമത്തിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. ഒരു പുതിയ ഇസ്ലാമിക ലോകക്രമം, ആ ലോകക്രമത്തിൽ എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവർക്കും അവരുടേതായ അസ്തിത്വവും സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുക്കുന്ന, എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്ന നിലപാടുകളും നയങ്ങളുമായിരിക്കണം മുസ്ലിമീങ്ങൾ പിന്തുടരേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ ലോകക്രമം എന്ന് പറയുന്നത്. ഇസ്ലാം അതിന്റെ അനുയായികളോട് അവർക്ക് നമസ്കരിക്കുക, അവർക്ക് നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ അവരുടെ ശരീഅത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല പറയുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്ത് ഏത് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താലും ഇതിലൊക്കെ ഈ ആരാധനാ കർമ്മങ്ങളോടൊപ്പം നിരവധി കാര്യങ്ങൾ, അനവധി കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ്. അത് പാലിച്ചുകൊണ്ട് മനുഷ്യ സമൂഹം ജീവിക്കുമ്പോൾ അവർക്ക് സമാധാനത്തോടുകൂടിയും പരസ്പര ധാരണയോടുകൂടിയും എല്ലാ വിഭാഗങ്ങളെയും അംഗീകരിച്ചും അവരുടെ അസ്തിത്വത്തിന് അംഗീകാരം നൽകിയും മുന്നോട്ടു പോവുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
എങ്ങനെയുള്ള ഒരു പുതിയ ലോകക്രമം ആണ് ലോകത്ത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ലോകക്രമത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യനെ മറ്റുള്ള മനുഷ്യരുടെ അവരുടെ ഏകാധിപത്യത്തിൽ നിന്നും അവരുടെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എല്ലാ മതവിഭാഗങ്ങളുടെയും മുന്നിൽ വെക്കുന്ന ഒരു തത്വവുമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തഹരീറുൽ ഇൻസാൻ മിൻ ഉബൂദിയത്തിൽ ഇൻസാൻ, മനുഷ്യനെ മനുഷ്യനോടുള്ള വിധേയത്വത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുക. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യവും എല്ലാ മതവിഭാഗങ്ങളും അംഗീകരിക്കാൻ അത് താൽപര്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅ്ലുനാ ബഅ്ലൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. നബിയെ പറയുക, അഹ്ലി കിതാബുകാരെ എന്ന് പറഞ്ഞാൽ മറ്റ് മതസ്ഥരായ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അഹ്ലി കിതാബ് എന്ന് പറയുന്നത്. അവരെ വിളിച്ചു പറയുക, അവരെ വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക, അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുക, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ. താത്വികമായി നമ്മൾ അംഗീകരിക്കുന്ന ചില ആത്യന്തിക യാഥാർത്ഥ്യങ്ങളും സനാതന തത്വങ്ങളുമുണ്ട്. ആ തത്വമാണ് നമ്മൾ തിയററ്റിക്കലായി, നമ്മൾ തത്വപരമായി, ദാർശനികമായി, പ്രത്യയശാസ്ത്രപരമായി ഒരിക്കലും തന്നെ നമ്മൾ ആരും ബഹുദൈവ വിശ്വാസികളല്ല. നിങ്ങളെല്ലാവരും ഏകദൈവത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജൂതന്മാർ ഏകദൈവ വിശ്വാസികളാണ്. ക്രൈസ്തവ സമൂഹം ത്രിയേകത്വത്തിന്റെ ആളുകളാണ്. 3 എന്നുള്ളത് ദൈവത്തിന്റെ ഭിന്ന വശങ്ങളായി അവര് സങ്കല്പിക്കുന്നുണ്ട് എങ്കിലും ഈ 3ഉം കൂടി 1 എന്നുള്ളതാണ്. അവരും ഏകദൈവത്വത്തിന്റെ ആളുകളാണ്. അപ്പൊ ആ ഏകദൈവത്വ സിദ്ധാന്തം വെക്കുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് യോജിക്കാവുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലവിലുള്ള സമൂഹത്തിന് യോജിക്കാവുന്ന ഒരു പൊതു പോയിന്റാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ വലാ യത്തഖിദ ബഅ്ലുനാ ബഅ്ലൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മളിൽ ചിലർ ചില ആളുകളെ റബ്ബുകളാക്കി സങ്കല്പിക്കരുത്. ആ മനുഷ്യരെല്ലാവരും തന്നെ ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ്. അതിൽ ചില ആളുകൾ അവര് അധികാരത്തിന്റെയും അതുപോലെ തന്നെ ജന്മനാ വിശുദ്ധരായ ആളുകൾ, അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരെല്ലാം അവർക്ക് വഴങ്ങേണ്ടവരായ വിഭാഗം, അവര് ലോകത്തെ നയിക്കാനും ലോകത്തിന്റെ മുന്നിൽ നടക്കാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവര്, മറ്റുള്ളവരെല്ലാം അവർക്ക് സേവ ചെയ്യേണ്ടവരായ ആളുകൾ. ഈ ഒരു സങ്കല്പം അത് നിലനിൽക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഒരു ചിന്ത മനുഷ്യ സമൂഹത്തിൽ ഒരിക്കലും തന്നെ അത് നിലനിൽക്കാൻ അർഹതയുള്ള ചിന്തയല്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണ്. എല്ലാവരും അംഗീകരിക്കണം എന്നത് ആവശ്യപ്പെടുന്നു. കാരണം അങ്ങനെ ആയെങ്കിൽ മാത്രമേ ലോകത്ത് ഓരോ മനുഷ്യനും അവനവന്റെ അസ്തിത്വത്തെ നിലനിർത്തിക്കൊണ്ടും അവനവന്റെ വിശ്വാസത്തെ പാലിച്ചുകൊണ്ടും മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്റെ സഹോദരനും ഉണ്ടായിരിക്കണം. ഞാൻ ഒരു മതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് അത് ഇന്ന രൂപത്തിലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ വേറെ ഒരുത്തന് അതല്ലാത്ത രീതിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാവണം. ഇത് പരമമായി എല്ലാവരും യോജിക്കേണ്ട ഒരു പോയിന്റാണ് എന്ന രീതിയിൽ ഈ രൂപത്തിലാണ് മനുഷ്യന്റെ ആ മേധാവിത്വത്തിൽ നിന്നും അവന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന സിദ്ധാന്തം ഇസ്ലാം മനുഷ്യവംശത്തിന്റെ മുന്നിൽ വെക്കുന്നത്. ഇത് സാമ്രാജ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്. സാമ്രാജ്യത്വ ശക്തികൾ എക്കാലത്തും തന്നെ ശ്രമിക്കുന്നത് അവരുടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജനത അവരാണ് ലോകത്തെ ഭരിക്കാൻ വേണ്ടി നിയുക്തരായ വിഭാഗമെന്നും അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കണമെന്നും അവർക്ക് അനുകൂലമായ നിലപാടുകളും നയങ്ങളും മറ്റുള്ളവർ സ്വീകരിക്കണമെന്നുമുള്ള ആ രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നതും. ലോകത്ത് എവിടങ്ങളിലെല്ലാം സമരങ്ങൾ നടന്നിട്ടുണ്ടോ, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ,
ഈ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാനുള്ള യുദ്ധങ്ങളായിരുന്നു നടന്നത് എന്നും അതിന്റെ പേരിലാണ് പതിനായിരക്കണക്കിലല്ല ലക്ഷക്കണക്കിൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് എന്നും ലോകചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കുത്തക രാജ്യങ്ങൾ അവരുടെ പ്രത്യേകം കമ്പനികളും അതുപോലെയുള്ള വ്യാവസായിക സാമ്രാജ്യങ്ങളുമൊക്കെ അതിനായിരിക്കണം ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ മേലുള്ള മേൽക്കൈ എന്നും അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം ലോകത്ത് നടക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഫാക്ടറി പ്രോഡക്റ്റുകളുടെയും ഒക്കെ ചലനങ്ങളും നിയന്ത്രണങ്ങളും എന്നുമൊക്കെ കരുതുന്നു. ആ രൂപത്തിന് ആവശ്യമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യം പോലെയുള്ള രാജ്യത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലുള്ള ദുർഗതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലോക ഭീമന്മാരായ കമ്പനികൾ, ഇപ്പൊ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അയാളെ സഹായിക്കുന്നതും അയാളുടെ വലങ്കൈയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതും അയാൾക്ക് വേണ്ടി ശതകോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള കുത്തക കമ്പനികളും അവരുടെ മുതലാളിമാരുമാണ് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, ഒരു നഗ്നമായ സത്യം മാത്രമാണ്. അങ്ങനെയുള്ള മുതലാളിമാരുടെ താൽപര്യങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനോ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നയം രൂപീകരിക്കാനോ ഒരു ഭരണാധികാരിക്കും സാധിക്കുകയില്ല. കാരണം ഈ ഭരണാധികാരി എന്ന് പറയുന്നത് ഇത്തരം സാമ്രാജ്യത്വ ഭീമന്മാരുടെ അല്ലെങ്കിൽ ലോക കുത്തകകളുടെ അവരുടെ കയ്യിലെ കേവലം പാവകൾ മാത്രമായിരിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള ആളുകൾ അവര് രാജ്യത്തിന്റെ മേധാവിത്വത്തിലേക്ക് വരികയും അവരുടെ നയങ്ങളും അവരുടെ നിലപാടുകളുമൊക്കെ മറ്റു ചെറിയ ചെറിയ രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രി ഇവരൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ അത് ഈ രീതിയിലുള്ള കുത്തകകളുടെ ആവശ്യങ്ങളെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും. അപ്പൊ എപ്പോഴും തന്നെ അത് ഒരു പിടി മുതലാളിമാരുടെ ലോകാടിസ്ഥാനത്തിലുള്ള ഈ രൂപത്തിൽ പിടിമുറുക്കി കഴിഞ്ഞ മുതലാളിമാരുടെ താൽപര്യമായിരിക്കും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ ദൃഷ്ടിയിൽ യാതൊരു തരത്തിലുള്ള മമതയും അർഹിക്കാത്ത രീതിയിലുള്ള നമ്മുടെ ചോരകൾ അവർക്ക് ഈറ്റിക്കുടിക്കാൻ പാകത്തിലുള്ള ഇരകൾ മാത്രമാണ് എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനാണ് ഒന്നാമതായി ഇസ്ലാം കത്തിവെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ, നമ്മളിൽ ചില ആളുകളെ റബ്ബുകളായി വെക്കുകയും അങ്ങനെ അവരുടെ താൽപര്യങ്ങൾ അവരുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കാവശ്യമായ കാര്യങ്ങൾ അതിനൊത്ത് നീങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മനുഷ്യരെല്ലാവരും ഈ രൂപത്തിലുള്ള മനുഷ്യനെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവന്റേതായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുവാനും അവന്റെ താൽപര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായ ഒരു നിലപാട് സ്വീകരിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് മിനിമമായി അംഗീകരിക്കാൻ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനിമമായി ഇതെങ്കിലും അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മനുഷ്യ സമൂഹത്തിന്റെ ജീവിതം ഭൂമിയിൽ ദുഷ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യമായി ഈ രൂപത്തിലുള്ള ഒരു നിലപാടിലേക്ക് വരാൻ മറ്റ് മതസ്ഥരായ ആളുകളോടും ഇസ്ലാം താൽപര്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യരെയും അവർ ഏത് വിശ്വാസക്കാരായിരുന്നാലും ശരി, ഏത് മതക്കാരായിരുന്നാലും ശരി, ഏത് ദേശക്കാരോ ഭാഷക്കാരോ വർണ്ണവർഗ വിഭാഗങ്ങളോ ആയിരുന്നാലും ശരി, എല്ലാവരും ഒരേ ഒരു മാതാപിതാക്കളുടെ സന്താനങ്ങൾ എന്നുള്ള രീതിയിൽ അൽ മുസാവാത്തുൽ ഇൻസാനിയ, മനുഷ്യ സമത്വം എന്ന ഒരു തത്വം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ മനുഷ്യ സമത്വം, മാനുഷിക സമത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ആദർശമാണ്. എല്ലാവരും തുല്യരാണ്, അതുപോലെ ഉച്ചനീചത്വങ്ങളില്ല എന്നുള്ളത്. ഇത് നിലവിലുള്ള പല പ്രത്യയശാസ്ത്രങ്ങളുടെയും അടിത്തറകൾ തകർക്കുന്നതാണ്. പലപ്പോഴും തന്നെ
നമുക്ക് കാണാൻ സാധിക്കുക ചില വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭരിക്കാൻ വേണ്ടി അള്ളാഹു പടച്ചതാണ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ വെള്ളക്കാരായ ആളുകളാണ് ലോകത്തിന്റെ നേതൃത്വം കൈകാര്യം ചെയ്യാൻ ഏറ്റവും ഉചിതരായ ആളുകൾ എന്നുള്ള രൂപത്തിൽ വിശ്വസിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അല്ല, ജൂതന്മാരാണ് ലോക നേതൃത്വം കൈയേൽക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ജൂത സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവരാണ് ലോകത്തിന്റെ നേതൃത്വം കൈകാര്യം ചെയ്യേണ്ടത് എന്ന രൂപത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബങ്ങളാണ് ആ നാട്ടിന്റെ ഭരണാധികാരം കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിൽ വിശ്വസിക്കുകയും ആ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പല രാജ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തെ സംബന്ധിച്ച് മാത്രം നമ്മുടെ ചിന്ത വരുന്നതും ആ കുടുംബക്കാരാണ് ഇതിന് അർഹമാകുന്നത് എന്നൊക്കെ വരുന്നതുമൊക്കെ ഈ രീതിയിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ അബോധ മനസ്സിൽ ഒരു അടിഞ്ഞുകൂടിയത് കൊണ്ടാണ്. പക്ഷേ ഇതിന് വിപരീതമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അല്ലെങ്കിൽ മനുഷ്യരോട് പറയുന്നത്, നിങ്ങളെ യഥാർത്ഥ ഒരു അബ്ദുൻ ഹബശിയുൻ, ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് എങ്കിൽ പോലും എന്ന രീതിയിൽ പറയുമ്പോൾ ഒരു നീഗ്രോ അടിമക്ക് ഈ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വരാനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിക്കുകയാണ്. ഇസ്മഉ വാതിഉ വലൗ ഉമ്മിറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, നിങ്ങൾ അനുസരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ കേട്ട് അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വലൗ ഉമ്മിറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ അമീറായിക്കൊണ്ട് വരുന്നത് എങ്കിൽ പോലും എന്ന്. അപ്പൊ ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്ന ആ ദർശനത്തിൽ, ആ ചിന്താഗതിയിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചില വിഭാഗങ്ങൾ അവരെ പൊലിപ്പിക്കുകയും അവരെ മഹത്വവൽക്കരിക്കുകയും അവർക്കാണ് എല്ലാ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉള്ളത് എന്ന് അംഗീകരിക്കുകയും മറ്റുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ താണവരായോ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരായോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിന്നാക്കം നിൽക്കേണ്ടവരായോ പുറമ്പോക്കിൽ കഴിയേണ്ടവരായോ ആയ വിഭാഗങ്ങളായി ഗണിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ മതം എന്തായിരുന്നാലും ശരി, വിശ്വാസങ്ങൾ എന്തായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള മൗലികമായ വീക്ഷണങ്ങൾ മനുഷ്യ സമൂഹം മൊത്തത്തിൽ തന്നെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതായ പാഠം. അതുകൊണ്ട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമ്പോൾ ആ പ്രവാചകന്മാരോട് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് പ്രത്യേകം ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് തോന്നാം, മുസ്ലിമീങ്ങൾ പരസ്പരം ഉണ്ടാവേണ്ട ധാരണയെ സംബന്ധിച്ച് മാത്രമല്ലേ ഖുർആൻ പറയുന്നുള്ളൂ, സൗഹാർദ്ദത്തെ സംബന്ധിച്ച് മാത്രമല്ലേ ഖുർആൻ പറയുന്നുള്ളൂ, അമുസ്ലിം സഹോദരന്മാരുമായിട്ടുള്ള സൗഹാർദ്ദത്തെ സംബന്ധിച്ച് ഖുർആൻ അധികമൊന്നും തന്നെ പറയുന്നില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ട്. ചില ആളുകൾ സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങളാൽ പരസ്പര സഹോദരന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സാഹോദര്യ ബന്ധം മുഅ്മിനുകളുടെ ഇടയിൽ പരിമിതമായ ഒരു ബന്ധത്തെ സംബന്ധിച്ചാണല്ലോ ആ പറയുന്നത്. അല്ലാതെ ആ സമുദായത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു ബന്ധത്തെ സംബന്ധിച്ചല്ലല്ലോ പറയുന്നത് എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ അല്ലാതെയും ഈ സാഹോദര്യ ബന്ധത്തെയും സൗഹൃദ ബന്ധത്തെയും നമുക്ക് പരിചയപ്പെടുത്തുകയോ വിശേഷിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹിന്റെ ജനത പല പ്രവാചകന്മാരെയും കളവാക്കി, പല പ്രവാചകന്മാരെയും അംഗീകരിച്ചില്ല. ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരായിരുന്നു എന്നോ അവർ കൊണ്ടുവന്ന ദീൻ അള്ളാന്റെ ദീനാണ് എന്നോ അവർ പറയുന്ന കാര്യങ്ങൾ ദൈവികമായ ദിവ്യബോധനങ്ങളാണ് എന്നോ അംഗീകരിക്കാതെ കളവാക്കി. തുടർന്നുകൊണ്ട് പറയുന്നു, ഇത് ഖാലഹും അഖൂഹുൻ നൂഹുൻ, അവരുടെ അഹ്, അവരോട് പറഞ്ഞ സന്ദർഭം ആലോചിക്കുക, അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമയെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞു.
ഈ ഖൗമു നൂഹിനെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ കളവാക്കിയവരായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കുന്നു. ഈ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും കളവാക്കിയ ഈ ജനതയുടെ സഹോദരനായിരുന്നു, അഹായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം സൂചിപ്പിക്കുമ്പോൾ ഈ ഉഖുവത്തുൻ ഇൻസാനിയ, ഈ മാനുഷികമായ ഈ സൗഹാർദ്ദം എന്ന് പറയുന്നതും സാഹോദര്യം എന്ന് പറയുന്നതും ഇസ്ലാം വളരെയേറെ വിലവെക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ട സാഹോദര്യത്തെ സംബന്ധിച്ചും പരസ്പരമുണ്ടാവേണ്ട സൗഹാർദ്ദത്തെ സംബന്ധിച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താൽപര്യപ്പെടുന്നത് എല്ലാവരും സമാധാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരാളുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ അയാളെ നിർബന്ധിക്കുക എന്നത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല. അത് പറയാനും അതുപോലെ തന്നെ അവന് മനസ്സിലാക്കി കൊടുക്കാനും അവനെ അതിന്റെ ഗുണവശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാനും ഒക്കെ മറ്റുള്ളവർക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ആത്യന്തികമായി ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എങ്കിൽ ആ ആളെ അയാളുടെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അത് നിർബന്ധം ചെലുത്തി ബലം പ്രയോഗിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താൽപര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമരമോ അല്ലെങ്കിൽ യുദ്ധമോ ആക്രമണമോ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും തന്നെ മറ്റുള്ളവരെ വിശ്വാസികളാക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ നേരെയുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കാനും വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവർക്ക് നേരെയുള്ള അതിക്രമത്തെ തിരിച്ചടിക്കാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളോ കൽപ്പനകളോ ആയിരുന്നു, ആ രൂപത്തിലുള്ള സമരങ്ങളായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. വഖാതിലു ഫീ സബീലില്ലാ അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദു. ആര് നിങ്ങളോട് സമരത്തിന് വരുന്നുവോ ആ സമരത്തിന് വരുന്ന ആളുകളെ നിങ്ങൾ പ്രതിരോധിക്കുക. വലാ തഅ്തദു, അതിനപ്പുറത്തേക്ക് പോകരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നും അല്ലാഹു കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരിൽ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു നിലപാട് ഇസ്ലാം ഒരിക്കലും തന്നെ സ്വീകരിച്ചിട്ടില്ല. പല സന്ദർഭങ്ങളിലൂടെയും പല ആയത്തുകളിലൂടെയും നമുക്കത് വ്യക്തമായ കാര്യവുമാണ്. അതേ അവസരത്തിൽ വിശ്വാസി സമൂഹത്തെ അവരുടെ മതസ്വാതന്ത്ര്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നവരും അവരെ അതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നവരും അവരെ മേക്കെട്ട് കയറാൻ വേണ്ടി വരുന്നവരുമായ വിഭാഗത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന് ഇസ്ലാം താൽപര്യപ്പെടുകയും ചെയ്യുന്നില്ല. അതാണ് ആ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ അവസരത്തിൽ ഏതെങ്കിലും ആളുകൾ അവരവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു, അവരവരുടേതായ ജീവിത രീതി അംഗീകരിക്കുന്നു, അവർ കുഴപ്പത്തിനോ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാനോ തയ്യാറാകുന്നില്ല എങ്കിൽ അത്തരം വിഭാഗത്തിന്റെ നേരെ ആക്രമണത്തിന് പോകുന്നത് ഇസ്ലാം വിലക്കുകയും ചെയ്യുന്നു. അവരോട് വളരെ സൗഹാർദ്ദത്തോടുകൂടിയും ബിർറും തഖ്വയോടുകൂടിയുമായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലാ യൻഹാകുമുല്ലാഹു അല്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിലക്കുന്നില്ല നിങ്ങൾ സൗഹാർദ്ദത്തോടുകൂടിയും പുണ്യകരമായ രീതിയിലും നീതിയോടുകൂടിയും മറ്റു സമൂഹങ്ങളുമായി വർത്തിക്കാൻ. ഏത് സന്ദർഭത്തിൽ അവര് നിങ്ങളോട് ദീനിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ വേണ്ടി വരാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് മനുഷ്യ സമൂഹം ഏതൊരു ക്രമം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, പരസ്പരം അവർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ധാരണകൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാവരും മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് ഹാനി ഏൽപ്പിക്കാത്ത രീതിയിലും ഏത് രൂപത്തിൽ മുന്നോട്ടു പോകണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു വീക്ഷണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. ഈ വീക്ഷണം
ലോക ജനത അംഗീകരിക്കുകയാണ് എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള ഒരു ശരിയായ രീതി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ വിഭാഗങ്ങളും അവരവരുടെ ദർശനങ്ങളും അവരവരുടെ നിലപാടുകളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും സാധാരണഗതിയിൽ എല്ലാവരും പരിഗണിക്കേണ്ട മര്യാദകളും മുറകളും പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് കുഴപ്പങ്ങളും ഫസാദുകളും ലോകത്ത് ഉടലെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് ഇന്ന് ഫസാദും കുഴപ്പവും ഇല്ലാതിരിക്കണമെന്നുണ്ട് എങ്കിലും മനുഷ്യ സമൂഹത്തിന് മുഴുവനായി സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നുണ്ട് എങ്കിലും ഓരോ നാട്ടിലെയും ജനവിഭാഗങ്ങൾ അവരവരുടേതായ ജീവിത സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവരുടേതായ വിശ്വാസാദർശങ്ങൾ നിലനിർത്തി ജീവിക്കണമെന്നുണ്ട് എങ്കിലും ഈ നിർദ്ദേശങ്ങളിലേക്കും ഈ കൽപ്പനകളിലേക്കും മടങ്ങുക മാത്രമേ യഥാർത്ഥത്തിൽ ശരിയായ വഴിയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാരീതിയിൽ പിൻപറ്റുവാനും അത് മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.